വ്ലോഗ് എടുക്കാൻ പറയുന്നേ. എടേ വ്ലോഗ് എടുക്കാൻ പറയുന്നത് എടുക്കട്ടെ. എന്താ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് പറയാം. ഹലോ അത് വേണ്ട അത് വേണ്ട അത് വേണ്ട ഷോകാണ്. ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഹോസ്റ്റലല്ല PG ആണ്. ഇപ്പോൾ വന്നിട്ട് എൻ്റെ ആദ്യത്തെ ഓഫ് ഡേ ആണ്. ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സാറ്റർഡേ ഓഫ് എടുത്തു. നമുക്ക് മന്ത്ലി ഒരു 2 സാറ്റർഡേസ് ഓഫ് എടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഓഫ് എടുത്തു. എന്നിട്ട് ഞാൻ എൻ്റെ പഴയ സ്പൈഡർ വർക്സിലെ ഫ്രണ്ട്സിനെ കാണാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താ പറയുക, കുറേ നാൾക്ക് ശേഷം അവരെ കാണും. കുറേ നാളെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഒരു 2 മാസം. പക്ഷെ എനിക്കെന്തോ കുറേ നാളായ പോലെ തോന്നുന്നു. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഒരു കോൾ വന്നത് ഇടയിൽ കട്ടായ. സോ ഞാൻ എവിടെ പറഞ്ഞിട്ട് അവരെ കണ്ടിട്ട് എന്താ അത്ര അധികം നാളായിട്ടുള്ള, ഇതേപോലെ ഒരു 2 months ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ എനിക്ക് കുറേ നാളായിട്ടുള്ള പോലെ തോന്നുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇപ്പോൾ അവരെ മീറ്റ് ചെയ്യാനായിട്ട്. ഞാൻ ഇന്നലെ തൊട്ട് ഭയങ്കര ഇതാണ് കേട്ടോ. ഞാൻ അവരായിട്ട് ഇടയ്ക്കിടയ്ക്ക് എവിടെയാണ് നമ്മൾ പോകുന്നത്, എപ്പോഴാണ്, എങ്ങനെയാണ്. ഞാനാണെങ്കിൽ ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ഇങ്ങനെ മുട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താ ഇപ്പം റെഡി ആയി കഴിഞ്ഞു, പോവാണ്. ഇവിടെ കറണ്ടില്ല കേട്ടോ, ഭയങ്കര ചൂട്. ഞാനൊന്ന് ഉച്ചയാകുമ്പോഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത്, പക്ഷേ കറണ്ടും കൂടി ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ തന്നെ ഇറങ്ങുവാണ്. ഇവിടെ പണി നടക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ PG ആക്ച്വലി കാണിക്കാൻ എനിക്ക് ഭയങ്കര ഒരു തോന്നില്ല കേട്ടോ. അതിൻ്റെ ഒരു പാർട്ടാണ്. ബങ്കർ ബെഡാണ് കേട്ടോ. ഞാൻ എൻ്റെ സൈഡ് മാത്രം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബെഡ്. ഞാൻ മുകളിലാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. വീട്ടിൽ പോകണോണ്ട് അലക്കാൻ കൊണ്ടുപോയി. എന്താ ബാഗ്, ഈ ബാഗ് എനിക്ക് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ഇതാണ് മൈ സൈഡ്. പിന്നെ ഓഫീസിൻ്റെ അടുത്ത്, അതാണ് ഒരു വലിയ കാര്യം. ഫുഡ് നല്ലതാണ്. അങ്ങനെ അപ്പം നമുക്ക് പോവാം. എല്ലാം കൊണ്ടും നല്ല സമയം കഴിച്ച് എനിക്കിന്ന്. ഇന്ന് കറണ്ടും ഇല്ല, എൻ്റെ ഫോണിന് ചാർജും ഇല്ല. ഞാൻ എന്താ ഇവിടെയൊക്കെ വള്ളി ഇട്ടേക്കുക. എനിക്ക് പിന്നെ വഴി അറിയത്തില്ല, ഗൂഗിൾ മാപ്പ് വേണം. ഫസ്റ്റ് ടൈമല്ലേ ഈ സിറ്റിയിൽ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങി കേട്ടോ. ആ ബ്ലൂ ഇല്ലേ, അതാണ് ഞാൻ നിൽക്കുന്ന PG. അപ്പം ഞാൻ പോയി ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ച് ബസ് കറക്റ്റ് കലൂർ ഇറങ്ങണം. കലൂർ ഇറങ്ങിയിട്ട് ഒരാളെ കാണാനുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആള്, മഹേഷ് ജി മാക്കാൻ, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വിളിക്കാറ്. പുള്ളി SWയിലെ വീഡിയോ പ്രൊഡക്ഷൻ ടീമിലാണ്. ഗൈസ് ഞാൻ കാക്കനാട് എത്തി ഗൈസ്. അപ്പോൾ ആക്ച്വലി ഉണ്ടല്ലോ, സോ ഞാൻ ഉണ്ടല്ലോ കാക്കനാട് വന്നിട്ട് കുറച്ചായിട്ടുള്ളെങ്കിലും, ഒരു 3 മാസമായിട്ടുള്ളൂ ഞാൻ ഇവിടുന്ന് പോയിട്ടുള്ളെങ്കിലും ഭയങ്കര വ്യത്യാസം. മെട്രോൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര വ്യത്യാസം. ഞാൻ എന്താ പഴയ ഹോസ്റ്റലിൻ്റെ അടുത്ത് എത്താറായി. ഞാൻ അവരെ കാണണം. എക്സൈറ്റഡ് ആണ്. ഞാൻ അവരൊന്ന് വിളിച്ചു നോക്കട്ടെ കേട്ടോ. ഹായ്ഡാ. അങ്ങനെ ഞാൻ ശ്വേതേനെയും ശ്രുതിനെയൊക്കെ സർപ്രൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെജുവിനെ വീഡിയോ കോൾ ചെയ്തു. അപ്പോൾ ചെജു ഇങ്ങനെ ഞെട്ടി, ശ്രീ തന്നെ ഇത് ഇതൊക്കെ എടുത്ത് ചോദിച്ചായിരുന്നു. പുള്ളിക്കാർക്ക് പനിയാണ് കേട്ടോ, അതുകൊണ്ട് ക്ഷീണിച്ചിരിക്കുന്നത്. ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ ഹോസ്റ്റലിലെത്തി. ഇവരായിട്ടൊക്കെ സംസാരിച്ച് ഇനിയിപ്പോൾ ഞാനും ഫർജയും കൂടെ നമ്മുടെ സ്ഥിരം സ്പോട്ടായ ടീ സ്പോട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളവിടെ നിന്ന് എന്തെങ്കിലും കുടിക്കാൻ, എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ്
അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫോട്ടോ വെച്ചിക്ക് പോകും. അവിടെ നിന്നാണ് എല്ലാവരും മീറ്റ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും അവിടെയാണ് യൂണിറ്റ് ചെയ്യാൻ പോകുന്നത്. അതെ, കുറേ കാലത്തിന് ശേഷം കാണുന്ന പോലെ ഉണ്ട് എല്ലാവരും. സത്യമായിട്ടും ശരിക്കും അങ്ങനെയാട്ടോ. ഇവിടുന്ന് ഞാൻ പോയിട്ട് പക്ഷെ 3 മാസം ആയിട്ടുള്ളൂ ഗൈസ്. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനും. പിന്നെ എനിക്ക് ഇവിടേക്ക് വരണ കാര്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കണ്ണൊക്കെ ഇങ്ങനെ നിറയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പോരുമ്പോ പോലും അങ്ങനെ കരഞ്ഞിട്ടില്ല. ഞാൻ ഇടയ്ക്ക് നമ്മുടെ സ്റ്റോറി മറ്റേ ഹൈലൈറ്റ്സ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പുതിയ ഓഫീസിലെ ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു തൊട്ട് അവരും എന്റെ സ്റ്റോറി ഹൈലൈറ്റ് കണ്ടിട്ട്. ഞാനും ശ്രുതി ടീ സ്പോട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ അത് നോക്കും. ശ്രുതി ഞാൻ എൻ്റെ കസിനോടും കുഞ്ഞാമിനോടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ലൈഫിൽ ഈ കിട്ടിയ ഈ 2 കൊല്ലം ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു. ഭയങ്കര അടിച്ച് പൊളിച്ച് ഒരു സമയമായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. പിന്നെ ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെ കിട്ടി. എവിടെ നിന്ന് കിട്ടും ഇങ്ങനെയുള്ള കുറേ പേര്? അതെ, എനിക്ക് സ്പൈഡർ വർക്സിൽ വരുന്ന എല്ലാവർക്കും ഉള്ളൊരു ഫീലായിരിക്കും അത്. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ നിന്ന് കിട്ടും. അപ്പം ഞങ്ങൾ ഇനി പോയി കുറച്ച് എല്ലാം കുടിക്കട്ടെ. കുറേ നേരമായില്ലേ വർത്താനം പറയുന്നത്. പിങ്ക് പാന്തർ വെറുതെ. എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ. നമ്മൾ ഒരു പ്രാവശ്യം കണ്ടതാണ്. എന്നാലും എടാ ഞാൻ വ്ളോഗ് എടുക്കുന്നതാണ്. ഇതാണ് ഗൈസ് നമ്മുടെ ആശാൻ. എൻ്റെ യൂട്യൂബ് ചാനൽ ആക്ച്വലി ഞാൻ ഇവിടെ വെച്ചിട്ട് ആദ്യമായിട്ട്, എനിക്ക് തോന്നുന്നു എല്ലാവരും ആയിട്ട് ആദ്യമായിട്ട് എടുക്കുന്നത്. ഞാൻ ഫർസേനെയും ശ്രുതിനെയൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. നമസ്കാരം, ഇതാണ് ശ്രീലക്ഷ്മി KG. ബാക്കി എനിക്കറിഞ്ഞൂടാ ആരാ. 2 കൊല്ലമായിട്ട് നമ്മൾ ഒരു സ്ഥലത്താണ് ആശാൻ വർക്ക് ചെയ്തത്. എന്നിട്ടാണ് ഈ പറയുന്നത്. ഞാനിത് മൾട്ടിവേഴ്സിൽ. ഇത് ഏതേലും അതിലാട്ടോ. അതെന്തോ കൊറിയ BTS. അതെ, BTS sucks. നമ്മളില്ല. ഞാൻ ഗുഡ് ഈവനിങ് ഗൈസ്. ഗുഡ് ഈവനിങ്. ഞാൻ പറയട്ടെ, ഫോട്ടോ വെച്ച് പക്ഷേ ചെറുക്കന്മാർ കുറവാണ് ഗൈസ്. ശ്വേതയ്ക്ക് കളക്ഷൻ പോരാ ഗൈസ്, രാഹുൽജിക്കും കളക്ഷൻ പോരാ എന്ന് രാഹുൽജി പറയുന്നുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചു വരുന്നുണ്ടോ? ഓൺ ദ വേ. കൊച്ചി ഈസ് ഓൺ ഫയർ ഗൈസ്. നമുക്ക് ഗൈസ് വേറെ എന്തെങ്കിലും. എൻ്റെ പൊന്നു അത് മതിയോ? ഇത് പൊന്നു. നമ്മൾ കടൽത്തീരത്താണ്, പക്ഷേ നൈസാണ്, നൈസ് വ്യൂ ആണ്, അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ഒപ്പം വന്നിരിക്കുന്ന കണ്ട ഗൈസ്, നമ്മളെ ഒഴിവാക്കി ഗൈസ്. കണ്ട വീഡിയോ എടുക്കണവളും പോയി ഒഴിവാക്കി ഗൈസ്. അവർക്ക് തനിയെ പോയി ഫോട്ടോ എടുത്ത്. ഹായ് ഗൈസ്, വി ആർ ബാക്ക്. ഗൈസ് നമ്മൾ നടന്ന് തളർന്നു ഗൈസ്. ഫുഡ് എല്ലാവർക്കും വിശക്കുന്നു ഗൈസ്. ഇവിടെ ഒരാൾ വിശന്നിട്ട് വിശന്നാൽ ഞാൻ അതെ ഫർസ പട്ടീനെ കണ്ട് പേടിച്ചിട്ടാണ് ഗൈസ്. നമ്മൾ ഹോട്ടൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വിജയിച്ചിട്ടോ അയ്യോ, ഞാൻ എല്ലാവരും ഒന്നുകൂടെ പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മുടെ സ്പൈഡർ വർക്സിലെ പുതിയ എംപ്ലോയി നമ്മുടെ ആശാൻ എന്ന് ഫിലിക്സ്. നമസ്കാരം. എന്നെ മൈൻഡ് ചെയ്യാത്ത ചെറുക്കൻ ചെയ്യില്ല, ഒരു കാര്യത്തിൽ കണ്ടു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ശ്രുതിനെ നമ്മുടെ ട്രിവാൻഡ്രം വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും.
ശ്രുതിക്ക് ഫ്രാൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ ആൻസ് പിന്നെ എനിക്ക് പിന്നെ ഓൾറെഡി യൂട്യൂബ് ചാനലുള്ള കാര്യം കുഴപ്പമില്ല ഗൈസ്. കൂട്ടിനെ സൂപ്പർ ലോഡഡ് ആണ് ആക്കേണ്ടത്. ഇത് നമ്മുടെ അഭിഷേകിന് ജാടയാണ് സത്യമാണ് ഗൈസ്. പിന്നെ നമ്മുടെ സൗരഭ്ജി, കാക്കനാട് മാത്രം എത്തിയപ്പോ ഡിജിറ്റൽ വ്ലോഗ്സ്. നിനക്കറിയത്തില്ല എന്റെ ഉമ്മയൊക്കെ വ്ലോഗിൽ. സോ ഗൈസ്, നമ്മളിത് രാമചന്ദ്രൻ്റെ കടയിൽ നിന്ന് പൊറോട്ടയും ബീഫും മട്ടൻ ചാപ്സും ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തു. പൊറോട്ടയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ക്രിസ്പി പൊറോട്ട എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റീൽസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള അവക്കാഡോ ഷേക്കിൻ്റെ കട, അവിടെ നിന്ന് നമ്മൾ അവക്കാഡോ ഷേക്ക് ട്രൈ ചെയ്തു. Wait a minute. Who are you? ഞങ്ങൾ ഹണിമൂണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഉണ്ട്, ആൻറ്റനും ഉണ്ട്. ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങൾ എന്ന് പറയുന്നത് ഹണിമൂൺ ആഘോഷിക്കാൻ പോകും. ഞാൻ വർക്ക് ചെയ്യുന്നില്ലേ? ഹായ് ഗായ്സ്, നമ്മൾ ടീ സ്പോട്ടിലെത്തി. അങ്ങനെ യാത്രകൾക്കൊക്കെ ശേഷം ഒരു ഗ്രൂപ്പ് സോഡ കുടിക്കുകയാണ്. വളരെ ടയേർഡ് ആയിരിക്കും ശേഷം. ഹൗസ് ഇവിടെ സ്റ്റോറി ഇടാനുള്ള ഇതിലാണ്. അവിടെ 2 കപ്പിൾസ് ഇരുന്ന് സംസാരിക്കുന്നു. അയ്യോ, ഫോട്ടോ ഗൈസ് ഒരു ഹായ് പറയൂ ഗൈസ്. പിന്നെ ഒരിക്കലും ഫോണിലാണ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. Bye guys. ഇവരെന്നാ കാണാന്നറിയില്ല. കാണുമ്പോൾ ഞാൻ വീണ്ടും ബ്ലോഗ് എടുക്കുന്നു. Yes. അതെ. ശ്വേത, നിനക്ക് വല്ലതും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. നെക്സ്റ്റ് മന്ത് നമ്മൾ വണ്ടറിലേക്കാണ് ഗൈസ് പോവാ. നെക്സ്റ്റ് മന്ത് ശ്രുതിയുടെ എൻഗേജ്മെന്റ് ആണ് ഗൈസ്. നമ്മുടെ ന്യൂ ബ്രൈഡ് ആണ് ഗ്രൂപ്പില്. ഞങ്ങളുടെ കാലിക്കറ്റ് ട്രിപ്പിന്റെ ഫണ്ട് റീഫണ്ട് ചെയ്ത് ഞങ്ങൾ വണ്ടർലേ വരാം. പക്ഷെ നമ്മൾ വണ്ടറിലാണ് ഗൈസ്. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ ഈ മാസം കാലിക്കറ്റ് ഡെസ്റ്റിനേഷൻ കാലിക്കറ്റ്